അറിഞ്ഞാൽ 4 കാലും തുമ്പിക്കൈയും കൊമ്പോടെ ജീവി എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയേണ്ട കാര്യമില്ല. അന്വേഷിച്ചോളൂ. കോഴിക്കോട് നഗരത്തിലെ പ്രമുഖനായ ഒരു CPM നേതാവിൻ്റെ ഭാര്യയാണ് ഈ വിവാദ ട്യൂഷണറിൻ്റെ അഭിഭാഷക. അല്ലല്ലോ, അടുത്തിടെ കൊടുവള്ളിക്കാർ വിവാദമല്ലോ. അടുത്തിടെ കോഴിക്കോട് നഗരത്തിൽ വളർന്നു വലുതായ ട്യൂഷൻ സെന്റർ ഞാൻ പറഞ്ഞല്ലോ ഏതാന്നുള്ളത്. കൊടുവള്ളിക്കാരൻ പറഞ്ഞല്ലോ. ഇന്ന് കൊടുവള്ളിക്കാരൻ്റെ ഒരു ചെറിയൊരു സ്ഥാപനമാണ്. അദ്ദേഹത്തിനും പങ്കുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഏറ്റു പറഞ്ഞല്ലോ. അവർ ചെറിയ പരൽമീനുകൾ മാത്രമാണ് അതിൻ്റെ അകത്ത്. MS സൊല്യൂഷനൊക്കെ ഇതിനകത്തൊരു പരൽമീനുകൾ മാത്രമാണ്. വമ്പൻ സ്രാവുകൾ വേറെ കിടക്കുക. കാരണം പിടിക്കപ്പെടുക CPMകാരാണ്, CPM അനുകൂലികളാണ്. അതുകൊണ്ടാണ് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഇഷ്ടം വെറും പ്രഹസനമാണ്. വളരെ ഗൗരവമായി KSU വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. KSU നിരന്തരമായി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് നീതി പുലർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ. അധ്യാപകരിലേക്ക് നീങ്ങണം, ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങണം. അധ്യാപകരെയും ഉദ്യോഗസ്ഥരെയും നിയന്ത്രിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ ചില മേഖലയിലെ അധിപന്മാരിലേക്കും അന്വേഷണം നീങ്ങേണ്ടതുണ്ട്. കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രമുഖനായ CPM നേതാവിൻ്റെ ഭാര്യയാണ് ഈ വിവാദ ട്യൂഷൻ സെൻ്ററിൻ്റെ അഭിഭാഷക. ഏതാ എന്ന് പറഞ്ഞില്ല. അപ്പൊ അവരിവരുടെ ബന്ധം മനസ്സിലായില്ലേ? അതെ, അത് കാണാൻ ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ സ്ഥാപനത്തിന്റെ അഭിഭാഷക ജസ്റ്റ് ലൈക്ക് എംപ്ലോയി, ലീഗൽ അഡ്വൈസർ. ഇപ്പൊ രാജവക്കീൽ എനിക്ക് ആരെ കേസ് കൊടുക്കാം, അത് വേറെ കാര്യം. ബട്ട് വി കനോട്ട് ബി എൻ എംപ്ലോയി ഇൻ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. Legal advisor is the post of an employee. അല്ല, MS സൊല്യൂഷൻസ് ഇതിൻ്റെ അകത്തൊരു ചെറിയ കണ്ണി മാത്രമാണ്. ഇത് ഒരു 1.5 വർഷക്കാലമായി ഇത് പുകയുന്നു. ഇപ്പോൾ 13ാമത്തെ ദിവസമാണ് ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരാളെ ചോദ്യം ചെയ്തോ ക്രൈംബ്രാഞ്ച് ഇത്രയും ദിവസമായിട്ട്? മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ നാട്ടിലെ ആളുകൾ പെൻഷൻ കിട്ടാണ്ട് വരികയാണ്. ചക്കിട്ടപാറയിൽ കഴിഞ്ഞ വർഷമാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തത്. നാട് പട്ടിണിയിലും ദാരിദ്ര്യം നീങ്ങുകയാണ്. അപ്പോഴാണ് മന്ത്രിസഭയിലെ സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്ന റിയാസിൻ്റെ നേതൃത്വത്തിൽ ബേപ്പൂർ വാട്ടർ ഫിഷ് നടക്കുന്നത്. നിർമ്മിതിയിൽ നിന്ന് ഏതാണ്ട് 3,84,00,000 രൂപ ഇതിനു വേണ്ടി എടുത്തു എന്നാണ് വിവരാകാശ രേഖകൾ പറയുന്നത്. 3,84,00,000 രൂപ, 3,84,00,000 രൂപ നിർമ്മിതിയിൽ നിന്നെടുത്തു എന്നാണ് വിവരാകാശ പ്രകാരം പറയുന്നത്. ഇതിനു വേണ്ടി വ്യാപകമായ പിരിവ് നടക്കുന്നു, ധൂർത്ത് നടക്കുന്നു, ആർഭാടം നടക്കുന്നു. അല്പമെങ്കിലും ആ മന്ത്രിക്ക് ആത്മാർത്ഥമുണ്ടെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്ത വലയുന്ന, ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിനപേക്ഷിച്ച് കാത്തിരിക്കുന്ന അവരെ സഹായിക്കാൻ നടപടി എടുക്കുന്നത്. എന്നിട്ടാവണം വാട്ടർ ഫെസ്റ്റ്. ഈ വാട്ടർ ഫെസ്റ്റ് കോൺഗ്രസ് ബഹിഷ്കരിച്ചത് മാത്രമല്ല, ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബേപ്പൂരിൽ 23-ാം തീയതി പ്രതിഷേധ കൂട്ടായ്മ നടത്തുന്നുണ്ട്. 23-ാം തീയതി വൈകുന്നേരം.